ഹായ് ഫ്രണ്ട്സ്, PVC വാട്ടർ ടാപ്പ് ഉപയോഗിക്കുന്നവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇതുപോലെ ടാപ്പ് ഒടിയുമ്പോൾ അതിൻ്റെ ആ ഒരു ത്രെഡ് വരുന്ന ഭാഗം റെഡ്യൂസറിനുള്ളിൽ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ വീട്ടിലും ഇതുപോലൊരു കത്തിയോ നൈഫോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു ടാപ്പിൻ്റെ ഒടിഞ്ഞ ഭാഗത്തേക്ക് ഒന്ന് കയറ്റി വെച്ചതിന് ശേഷം ഒരു പ്ലെയറോ മറ്റോ ഉപയോഗിച്ചിട്ട് അതൊന്ന് തട്ടി കയറ്റി ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതൊന്ന് ഇടത് വശത്തേക്ക് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ അത് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് പിടിച്ചൊന്ന് ലൂസ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ അത് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ആ ഒടിഞ്ഞ പീസിനെ ആ ഒരു റെഡ്യൂസറിൽ നിന്നും ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ ഇത് ഇളക്കിയെടുക്കാനായിട്ട് 2 കത്തിയാണ് എനിക്ക് തന്നത്. അതിലെ ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ് ഞാൻ അത് ഇളക്കിയെടുത്തത്. അതിനുശേഷം ഒരു പുതിയൊരു വാട്ടർ ടാപ്പ് വാങ്ങി വന്നിട്ട് നമ്മളതിൽ ടെഫ്ലോൺ ടൈപ്പ് കൂടി ചുറ്റിയിട്ട് ആ ഒരു റെഡ്യൂസറിലേക്ക് വെച്ചത് ടൈറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു പ്ലംബറെ ഒന്നും വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് തന്നെ ഇതുപോലെ ആ ഒരു ഒടിഞ്ഞ പീസിനെ എടുത്ത് കളഞ്ഞതിന് ശേഷം പുതിയ ടാപ്പ് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.